വചനം വചനം ത്രിയേക ദൈവമം വചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഏറ്റവും പുതിയ ആഗോള കണക്കുകൾ പ്രകാരം ഏകദേശം 5.8 ബില്യൺ, അതായത് 580 കോടി ആളുകളാണ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത്. അതായത് ആഗോള ജനസംഖ്യയുടെ ഏകദേശം 70% പേരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ സ്മാർട്ട് ഫോണുകൾ പ്രവർത്തിക്കുന്നത്. പ്രധാനമായും സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും, അഥവാ ആപ്പിളിൻ്റെ iOS സോഫ്റ്റ്വെയർ ആയിരിക്കും. പല ഇടവേളകളിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻസ് അഥവാ അപ്ഡേറ്റഡ് വേർഷൻ കമ്പനികൾ നൽകാറുണ്ട്. വളരെ ലളിതമായി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഈ അപ്ഡേഷൻസ് അഥവാ അപ്ഡേറ്റഡ് വേർഷൻ സ്മാർട്ട് ഫോണുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. അപ്ഡേറ്റഡ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഫോണിൻ്റെ പുതിയ സവിശേഷതകൾ ലഭ്യമാകുന്നു, സുരക്ഷയും പ്രവർത്തന മികവും വർദ്ധിക്കുന്നു. അങ്ങനെ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാനായിട്ട് അപ്ഡേറ്റഡ് വെർഷൻ ഫോണുകളെ സഹായിക്കുന്നു. ഈ ഞായറാഴ്ചത്തെ 3 വായനകളും നമുക്ക് നൽകുന്ന സന്ദേശം ദൈവകൽപ്പനകളുടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആകുവാനാണ്. അങ്ങനെ ദൈവകൽപ്പനകളുടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവകൽപ്പനകളുടെ അപ്ഡേറ്റഡ് വെർഷനായി മാറുവാനുള്ള വിളിയാണ് തിരുസഭ നമുക്ക് ഇന്ന് നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു മത്തായി 5:17 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. മലമുകളിൽ പ്രസംഗത്തിലെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ വചനഭാഗം. മലയിൽ കയറി നിന്ന് പഠിപ്പിക്കുന്ന യേശു ഓർമ്മപ്പെടുത്തുന്നത് സീനാമലയിലെ മോശയാണ്. മലമുകളിലെ പ്രസംഗത്തിലൂടെ യേശു പ്രഘോഷിച്ചത് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാനും ദൈവമക്കളാകുവാനും ദൈവത്തെ കാണുവാനുമായിട്ടുള്ള വഴിയാണ്. തുടർന്ന് പുതിയ മോശയായിട്ടുള്ള ഈശോ ഒരു പുതിയ പ്രബോധനം നമുക്ക് നൽകുകയാണ്. നിയമങ്ങളുടെ കൽപ്പനകളുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നൽകുകയാണ്. അങ്ങനെ പുതിയ നിയമദാതാവായിട്ടുള്ള ഈശോ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പുതിയ ധാർമ്മികതയാണ്, ഒരു പുതിയ നിയമമാണ്. ഈശോ മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ ധാർമ്മികത, പുതിയ നിയമം നിയമജ്ഞരുടെയും ഫരിസയരുടെയും ധാർമ്മികതയെ, അവരുടെ നിയമത്തെ അതിലംഘിക്കുന്നതാണ്. നിയമം അക്ഷരം പ്രതി പാലിക്കുവാൻ മറ്റുള്ളവരെ നിർബന്ധിക്കുവാനും ഏറെ താല്പര്യം കാട്ടിയിരുന്നവരാണ് നിയമജ്ഞരും ഫരിസയരുമെല്ലാം. നിയമം ലംഘിക്കുന്നവർക്ക് വലിയ ശിക്ഷയും കൽപ്പിച്ചിരുന്നു. മോശ നൽകിയ നിയമങ്ങളൊന്നും യേശു ഇവിടെ തള്ളിക്കളയുന്നില്ല. അവിടെ ആഴമേറിയ അർത്ഥം ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് നിയമത്തെ പൂർത്തീകരിക്കുന്നു എന്നതിൻ്റെ ലക്ഷ്യത്തെ ഉയർത്തിക്കാട്ടുകയാണ് യേശു ചെയ്യുന്നത്. 3 വലിയ ദൈവശാസ്ത്ര സത്യങ്ങളാണ് യേശു ഈ വചനഭാഗത്ത് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, പഴയ നിയമമെല്ലാം തന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നത്. യേശുവിൽ നിറവേറാത്തതായിട്ട് ഒരു പ്രവചനമില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ്. അതിന് തെളിവാണ് നമ്മൾ കഫർനാമിൽ സിനഗോഗിൽ കാണുന്നത്. ഈശോ അവിടെ വെച്ച് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, ലൂക്ക 4:21, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. രണ്ടാമത്തെ ദൈവശാസ്ത്ര സത്യം, ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ തടത്തിലേക്ക് നോക്കുന്നു എന്നതാണ്. ഫരിസയരും മറ്റു പുറമേയുള്ള പ്രവൃത്തികളിൽ ശ്രദ്ധയോടെ ജീവിച്ചിരുന്നവരും അതുതന്നെ പഠിപ്പിച്ചിരുന്നവരാണ്. എന്നാൽ ഈശോ ഇവിടെ ഹൃദയവിശുദ്ധിയുടെ പ്രാധാന്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് സഹോദരനോടുള്ള കോപവും പാപമാണെന്ന് പഠിപ്പിക്കുന്നു. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാര ചിന്തയും പാപമാണെന്ന് പുതിയ പ്രബോധനം ഈശോ നൽകുന്നു. മൂന്നാമത്തെ ദൈവശാസ്ത്ര സത്യം, ഉയർന്ന നീതി എന്ന സത്യം പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ്. കേവലം നിയമം പാലിച്ചാൽ മാത്രം പോരാ, ദൈവസ്നേഹത്തിൻ്റെ പ്രേരിതമായ സഹോദര സ്നേഹം ആവശ്യമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈ 3 വലിയ ദൈവശാസ്ത്ര സത്യങ്ങളെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇപ്രകാരം അവതരിപ്പിക്കാം. 3 ബന്ധങ്ങളുടെ മേഖലകളായി അവതരിപ്പിക്കാം. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധം.
2 നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം. 3 നമ്മുടെ ആത്മാവുമായുള്ള ബന്ധം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ 3 മേഖലകൾ പരിശോധിക്കുവാൻ യേശു നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ദൈവത്തോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്നു. സഹോദരനുമായുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് ഈശോ നമ്മളോട് പറയുന്നു. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു. മത്തായി 5:21 മുതൽ 24 വരെ വചനത്തിൽ, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വീട്ടി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. സഹോദരനോട് കോപിക്കുന്നത് പോലും പാപമാണെന്നുള്ള ഒരു പുതിയ പ്രബോധനം ഈശോയോട് നമുക്ക് നൽകുകയാണ്. ദൈവസ്നേഹത്തിൽ പ്രേരിതമായ സഹോദര സ്നേഹമാണ് ക്രിസ്തു ശിഷ്യന് വേണ്ടതെന്നാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത്. തുടർന്ന് അനുരഞ്ജനത്തെക്കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈശോ കൊണ്ടുവരുന്ന പുതിയ ധാർമ്മികതയിൽ ദേവാലയത്തിൽ അർപ്പിക്കുന്ന ബലിയേക്കാൾ പ്രധാനം സഹോദര സ്നേഹമാണ്. അതുകൊണ്ടാണ് ബലി നിർത്തിവെച്ചിട്ട് സഹോദരനുമായി രമ്യതപ്പെടുവാൻ യേശു നിർദ്ദേശിക്കുന്നത്. കാരണം രമ്യതപ്പെടൽ നടക്കുന്നത് നമ്മുടെ അഹത്തിൻ്റെ ഈഗോയുടെ ബലിയാണ്, നമ്മുടെ തന്നെ ആത്മബലിയാണത്. എന്ന് വെച്ചാൽ നമ്മൾ അർപ്പിക്കുന്ന ധാന്യങ്ങളുടെയോ കന്നുകാലികളുടെയോ ബലിയർപ്പണത്തേക്കാൾ നമ്മെ മുറിവേൽപ്പിക്കുന്നത് രമ്യതപ്പെടുമ്പോഴുള്ള നമ്മുടെ അഹത്തിൻ്റെ ബലിയാണെന്ന് സാരം. അതിലുപരി നമ്മെ മെച്ചപ്പെട്ട വ്യക്തിയാക്കി മാറ്റുന്നത് നമ്മൾ ദേവാലയത്തിൽ അർപ്പിക്കുന്ന ബലിയല്ല, മറിച്ച് നമ്മൾ നമ്മുടെ സഹോദരമായി നടത്തുന്ന രമ്യതപ്പെടലാണ്. മാത്രമല്ല പ്രായോഗികമായി നോക്കിയാലും രമ്യതപ്പെടലും അനുരഞ്ജനവുമാണ് മെച്ചമെന്ന് യേശു ചൂണ്ടിക്കാട്ടുന്നു. ന്യായാധിപൻ്റെ പക്കലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടുകയാണ് മെച്ചമെന്ന്, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് കാരാഗൃഹവാസവും ധനനഷ്ടവുമായിരിക്കും. ഈശോ പറഞ്ഞതിന് പ്രതീകാത്മകമായൊരു അർത്ഥം കൂടിയുണ്ട്. രമ്യതപ്പെടാതെ കലഹത്തിൽ കഴിയുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഒരു കാരാഗൃഹവാസിയാണ്. ആ വ്യക്തി അവൻ്റെ തന്നെ കലഹത്തിനും പ്രതികാര ചിന്തയ്ക്കും അങ്ങനെ അടിമയാവുകയാണ്. അങ്ങനെ ഹൃദയത്തിൽ കലഹവും പ്രതികാരവുമായി കഴിയുമ്പോൾ ആ വ്യക്തി സ്വയം കാരാഗൃഹത്തിലാവുകയും സ്വയം നശിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ രമ്യതപ്പെടലും അനുരഞ്ജനവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മുടെ ആത്മീയവും മാനസികവുമായി ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന്. അതിനാൽ ആരോടെങ്കിലും ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് അപ്രകാരം ഈ ആഴ്ച പ്രവർത്തിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ ആത്മാവുമായുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് ഈശോ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. മത്തായി 5:27 മുതൽ 29 വചനത്തിൽ നമ്മൾ വായിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഹൃദയശുദ്ധിയെക്കുറിച്ചാണ് ഈശോ ഇവിടെ സംസാരിക്കുന്നത്. വ്യഭിചാരത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ പാപം പ്രവൃത്തിയിൽ നിന്നുമല്ല, മറിച്ച് ചിന്തകളിൽ നിന്നുമാണെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ വസ്തുക്കളായിട്ട് കാണാതെ വ്യക്തികളായി കണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് കണ്ണുകളുടെ എളിമയും ഹൃദയ ശുദ്ധിയും പരിശീലിക്കുവാനായിട്ട് ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന മാധ്യമ സംസ്കാരത്തിൽ സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗത്തിലും സാമൂഹിക ശീലങ്ങൾക്കും ഇവ ബാധകമാണ്. അങ്ങനെ നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ഹൃദയശുദ്ധി പരിശീലിക്കുവാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. മത്തായി 5:33 മുതൽ 35 വരെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ആണിയിടുകയരുത്. സ്വർഗത്തെ കൊണ്ട് ആണിയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയും കൊണ്ടുവരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. ആണിയിടുകയരുത് എന്നാണ് ഈശോ ഇവിടെ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത് എന്ന് സാരം. കാരണം സത്യസന്ധനായ ഒരാൾക്ക് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ലളിതമായിട്ടുള്ള ഒരു അതെ അല്ലെങ്കിൽ ഇല്ല മാത്രം മതിയാകും. ഒരു യഥാർത്ഥ ജീവിത വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ നാമത്തിന് നൽകേണ്ടതായിട്ടുള്ള മഹത്വം നമ്മൾ എല്ലായ്പ്പോഴും നൽകണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ഒന്നാം വായനയും
ഈ ദൈവകൽപ്പനകൾ പാലിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ചുരുക്കത്തിൽ ഈ ഞായറാഴ്ചത്തെ 3 വായനകൾ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവകൽപ്പനകളുടെ ഒരു അപ്ഡേറ്റഡ് വെർഷനായി മാറുവാനാണ്. അങ്ങനെ ദൈവകൽപ്പനകളുടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവകൽപ്പനകളുടെ അപ്ഡേറ്റഡ് വെർഷനായി മാറുവാനുള്ള വിളിയാണ് തിരുസഭ നമുക്ക് ഇന്ന് നൽകുന്നത്. അതിനായി ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, സഹോദരനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, സ്വന്തം ആത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഈ 3 ബന്ധങ്ങളെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവകൽപ്പനകളുടെ ഒരു അപ്ഡേറ്റഡ് വെർഷനായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.